ഹലോ! ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സീരിയലിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മീൻപാറയിലേക്ക് പോകാനായി തീരുമാനിച്ചിരിക്കുന്ന നമ്മുടെ സത്യമോളും നമ്മുടെ പപ്പിമോളും ആണ്. കാരണം മീൻപാറയിലേക്ക് പോകുന്നത് ശാലിനിയുടെ പടം, അതായത് ചേച്ചിയമ്മയുടെ പടം വരച്ചു കൊടുത്ത ആർട്ടിസ്റ്റിൻ്റെ വീട് മീൻപാറയിലാണ്. നമ്മുടെ കുട്ടി സത്യ കേട്ടിട്ടുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞല്ലോ, സാറേ എൻ്റെ വീട് അത്രയും ദൂരമാണ്, എനിക്ക് അവിടം വരെ പോയി എത്തേണ്ടതാണ്, അപ്പം ഞാൻ പോയിക്കോട്ടെ എന്ന്. അപ്പോൾ മീൻപാറയിലേക്ക് പൈസയും കൊണ്ട് അവിടെ പോയി ഈ പടം വരപ്പിച്ചെടുക്കാനാണ് ഇവരുടെ പദ്ധതി. ഇതൊന്നും വീട്ടിൽ അറിയാതെ ചെയ്യാനാണ് അവരുടെ തീരുമാനം. അപ്പോൾ ഇന്നത്തെ സീരിയലിൻ്റെ ടോട്ടൽ എപ്പിസോഡിൻ്റെ റിവ്യൂ നോക്കാം. അപ്പോൾ സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ രണ്ട് പേരെ വീട്ടിലാണ്, അതായത് നമ്മുടെ കുട്ടി സത്യയ്ക്ക് അവിടെ ശാലിനിയുടെ ഭാഗത്ത് നിന്ന് ഇഷ്ടം പോലെ വഴക്ക് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പപ്പിമോക്കും ഇഷ്ടം പോലെ വഴക്ക് കേൾക്കുന്നുണ്ട്. ഇവിടെ പപ്പിമോളുടെ വീട്ടിനകത്താണെങ്കിൽ സത്യാമ്മയാണ് ഇഷ്ടം പോലെ വഴക്ക് പറയുന്നത്. സത്യാമ്മ വഴക്ക് പറയുമ്പോഴത്തേക്കും പറയും, നീ ആരാന്ന് എൻ്റെ വിചാരം, നീ ഒരു വാൽമാക്രിയുടെ അത്രയേ ഉള്ളൂ, എന്നിട്ടാണ് നീ പോലീസ് സ്റ്റേഷനകത്തൊക്കെ കയറി പോകാൻ നിൽക്കുന്നത്. അപ്പം അത്രയ്ക്കൊക്കെ നീ വളർന്നോ? ഇത് ആര് പറഞ്ഞിട്ടാണ് നീ ഇതിൻ്റെയൊക്കെ പിറകെ പോയത്? ഇവിടെ ഉള്ളവർ ചരട് വലിച്ചിട്ടായിരിക്കും. നീ കുട്ടിയാണെന്ന് വിചാരിച്ച് നെറുകെ കയറ്റി വെച്ച് വളർത്തിയപ്പോഴത്തേക്ക് നീ ഇങ്ങനെയൊക്കെ ചെയ്യാനോ? ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കി കടിച്ച് വളർത്തണം എന്നാണ് പറയുന്നതെന്ന് ശ്യാമയെ നോക്കി പറഞ്ഞു. ശ്യാമയ്ക്ക് രോഹിത്തിനും കുഞ്ഞിൻ്റെ വഴക്ക് പറയുന്നതിന് സങ്കടമുണ്ട്. അതുപോലെ തന്നെ രാഘവേട്ടനാവട്ടെ, അവിടെ നിന്ന് വിഷ്ണുവിനാണെങ്കിൽ കുഞ്ഞിൻ്റെ വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ അത്രയ്ക്ക് ദേഷ്യത്തിനകത്താണ് വിഷ്ണു ഇരിക്കുന്നത്. പക്ഷേ അമ്മയല്ലേ, അമ്മ വഴക്ക് പറയുമ്പം എന്ത് പറയാനാണ്? വിഷ്ണു പോലും പാവത്തിനെ പോലെ കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പം അവിടെ വഴക്കങ്ങ് പൊരിഞ്ഞെടുക്കും. ഇവിടെ ശാലിനി ആണെങ്കിൽ പറയുന്നുണ്ട്, എന്താണ്, നിനക്ക് ഒരു കാര്യം നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നല്ലതോ ചീത്തയാവട്ടെ, അതൊന്ന് വീട്ടിൽ പറഞ്ഞിട്ട് പോകണമെന്നെങ്കിലും നിനക്ക് താല്പര്യമില്ലേ? കാരണം ഞങ്ങളൊക്കെ ഇവിടെ മരക്കുറ്റിയെ പോലെ നിൽപ്പുണ്ടല്ലോ, അപ്പം ഞങ്ങളടുത്തൊന്ന് പറഞ്ഞിട്ട് പോയാൽ എന്തായിരുന്നു? ചേച്ചിയമ്മ വരയ്ക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. നീ ആരാന്ന് നിൻ്റെ വിചാരം? നീ ഇതിനൊക്കെ മുൻകൈ എടുത്ത് പോലീസ് സ്റ്റേഷൻ വരെ പോകാനായിട്ടൊക്കെ? നീ ഒരു കുട്ടിയാണ്, കുട്ടിയെ പോലെ ജീവിക്കണം. അല്ലാതെ കുട്ടി എന്താണ്, കുട്ടിയാകുന്നതിന് മുന്നേ തന്നെ അങ്ങ് വളർന്നവരെ പോലെ അങ്ങ് പെരുമാറേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് നിനക്ക് അവസാനമായി തരുന്ന ഒരു വാർണിംഗ് ആണ്, ഇനി മേലെ ഇങ്ങനത്തെ ഒരു കാര്യം. അപ്പം സത്യം പറയുന്നുണ്ട്, അത് അമ്മേ, ചേച്ചിയമ്മയുടെ പടം വരച്ച് എടുത്ത് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ഫ്രണ്ട് ഭയങ്കര സങ്കടത്തിനകത്താണ്. അപ്പം അതുകൊണ്ട് ചേച്ചിയമ്മയെ കണ്ടുപിടിച്ച് കൊടുക്കാൻ. നീ ആരാ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ? അപ്പം അമ്മ എന്നാൽ വേറൊരു വഴി പറഞ്ഞാൽ, ഇങ്ങനെ പടം വരയ്ക്കാതെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഒരു വഴി പറഞ്ഞാൽ ഉടനെ ശാരദാൻ പറയുന്നുണ്ട്, നല്ല ആളടുത്ത് തന്നെയാണ് ചോദിച്ചത്. കാരണം അമ്മ തന്നെ വേണമല്ലോ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വഴി പറഞ്ഞു തരാൻ വേണ്ടി. അപ്പം ആ വഴക്കുകളൊക്കെ നടക്കുവാണ്. ശാലിനിക്ക് അതിൻ്റെതായ രീതിക്ക് അത് വഴക്കിൻ്റെ ടെൻഷൻസും കാര്യങ്ങളും ശാലിനിക്കുണ്ട്. ഇപ്പോഴത്തെ സത്യാമ്മ എന്താണ്, ഇവിടെ വഴക്ക് പറയുന്നുണ്ട്. ഈ വഴക്ക് പറയുമ്പോൾ തന്നെ സത്യാമ്മ പറയുന്നുണ്ട്, ഒരു കുഞ്ഞാന്ന് നീ കരുതിയപ്പോഴത്തേക്ക് നീ അങ്ങ് അത്രയ്ക്ക് ആളായി വളർന്നു പോയെന്നൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് രാഘവേട്ടൻ പറയുന്നുണ്ട്, അവൾ കുട്ടിയല്ലേ, അവൾ ഇതൊന്നും അറിയാതെ ചെയ്തല്ലേ, നീ അത് കളഭാമേ, ഇത് ഇത്രയും ആയില്ലേ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാത്തെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ പപ്പിമോള് കരയാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും വിഷ്ണു പറയുന്നുണ്ട്, അമ്മ അത് കള. പിന്നെ അവൾ ചെയ്തതിനകത്ത് എൻ്റെ ഭാഗത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ അവൾ ചെയ്ത അത്ര വലിയ തെറ്റൊന്നും അല്ല എന്ന് പറയുന്നു. ആണടാ, നീ അങ്ങനെ ഇരിക്കുമല്ലേ, നിനക്ക് ആരെങ്കിലും എന്താണ് ഓസിന് എന്താണ് ശാലിനി എന്ന് കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞാൽ അത്രയും കാര്യമൊന്നും നീ ഇരിക്കുന്നത്. അപ്പം നീ അങ്ങനെ പറയത്തുള്ളൂ, എനിക്കറിയാം എന്ന് സത്യാമ്മ എന്താണ് വിഷ്ണുവിൻ്റെ അടുത്തും കയറി ചാടുന്നുണ്ട്. അപ്പോഴത്തേക്കും വിഷ്ണു എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്കും പപ്പി എന്താണ് കരഞ്ഞുകൊണ്ട് തന്നെ അങ്ങ് മേളിലേക്ക് കയറി പോകാൻ പോയി. ഇവിടെ ആണെങ്കിൽ ശാരദാമ്മയാണെങ്കിൽ ശാലിനീൻ്റെ വഴക്ക് പറയുന്നുണ്ട്. കാരണം ശാലിനി ഭയങ്കര ഓവർ ഇമോഷണലായിട്ട് അവൾക്ക് എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? നമ്മളൊരു കുട്ടി എന്ന രീതിക്ക് അത് വളർത്തുമ്പം കുട്ടികളെക്കാളും വലിയ രീതിയിൽ മുതിർന്നവരെ പോലെ പെരുമാറേണ്ട ഒരു ആവശ്യമില്ല. നീയാണോ ഇതൊക്കെ പറയുന്ന ശാലിനി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം ആരാന്നറിയോ? അത് ഒന്നി അവൾ ശാലിനിയുടെ മകളായതുകൊണ്ടാണ്. ശാലിനി പിന്നെ ആരാണ്? ശാലിനി എന്താണ്, സത്യയുടെ അമ്മ ശാലിനി എന്താണ് സ്വന്തം കുഞ്ഞിനെ വരെ ദാനം കൊടുത്തതല്ലേ. അപ്പം പിന്നെ ആ ഒരു മനസ്സല്ലേ അവൾക്ക് കാണത്തുള്ളൂ. കാരണം അവൾക്ക് മനുഷ്യപ്പറ്റുണ്ട്. ശാലിനി, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്നെ പോലെ തന്നെ അവൾക്കും, സത്യയ്ക്കാവട്ടെ വിഷ്ണുവിനാവട്ടെ പപ്പിക്കാവട്ടെ എല്ലാവർക്കും അവരുടേതായ ഒരു മനസ്സും ഹൃദയം എല്ലാവർക്കും ഉണ്ട്, വികാരങ്ങളുണ്ട്. അവരുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നു ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്. അതിൽ കയറി അത് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ നീ ആരാണ് ശാലിനി? ഞാൻ നിന്നോട് പറയുന്നില്ലല്ലോ അങ്ങനെ. അമ്മേ അതങ്ങനല്ല അമ്മേ. കാരണം ഞാൻ അവളെ വളർത്തുന്ന, ഞാൻ അവളുടെ അമ്മയല്ലേ. ഞാൻ പറയുന്ന കേട്ട് വേണ്ട എൻ്റെ മോൾ നടക്കാൻ. ഞാൻ പറയുന്ന അവൾ കേട്ടാൽ മതി. അപ്പം ഉടനെ ശാരദാൻ പറയുന്നുണ്ട്, മോളെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ മോളെ. അതായത് ഞാനും കൂടെ, നീ എൻ്റെ മകളാണ്, ഞാനാണ് നിന്നെ വളർത്തുന്നത്. അതുകൊണ്ട് നീ ഞാൻ പറയുന്നതേ കേൾക്കാവുള്ളൂ, ഞാൻ പറയുന്നതേ നീ ചിന്തിക്കാവുള്ളൂ. ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നില്ലല്ലോ. ഇതിനെല്ലാം കാരണം നീയാണ്. നീ എന്താണ്, ചേച്ചിയമ്മ ഈ സത്യങ്ങളെല്ലാം തന്നെ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് പപ്പിയുടെ വലിയച്ഛനോട് ചേച്ചിയമ്മ ഈ സത്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കുഴപ്പങ്ങളും വരുത്തില്ലായിരുന്നല്ലോ എന്ന് മോക്കറിയത്തില്ല എന്ന് തിരിച്ചെന്താണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ എന്താണ് ശാരദ അമ്മ ശാലിനിയോട് ചോദിക്കുന്നു. ശാലിനിക്ക് പറയാൻ ഉത്തരങ്ങളൊന്നുമില്ല. ശാലിനി ഭയങ്കര വികാരത്തിൽ തന്നെ നിൽക്കുവാണ്.
ശാലിനി എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ മുതിർന്നവരുടെ കാര്യങ്ങളല്ലേ, മുതിർന്നവരുടെ കാര്യങ്ങൾ മുതിർന്നവർക്ക് തീരുമാനിക്കാം, ഇത് കുട്ടികളല്ലേ, അവരെന്തിനാണ് മുതിർന്ന ആൾക്കാരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്നത് എന്ന് ശാലിനി പറയുന്നു. പക്ഷേ ശാലിനി അടുത്ത് എന്താണ് പിന്നെ എന്താണ് നമ്മുടെ ശാരദാമ്മ വേറെ ഒന്നും പറയുന്നില്ല. അവരുടെ ഭാഗം അതാണ്, അവരുടെ ആ വഴക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ പപ്പി മോളിൽ മേലത്തെ നിലയിലേക്ക് കയറി പോകാൻ നിൽക്കാൻ നേരത്ത് നമ്മുടെ ശ്യാമ എന്താണ്, അയ്യോ അവൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കയറി എന്താണ് അങ്ങനെ ബാക്കി പോയി എന്താണ് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് എന്താണ് സത്യം പറയുന്നത്, കയറി പോയത് അവൾ പോകുന്നെങ്കിൽ അവൾ ഒറ്റയ്ക്ക് പോയെന്ന് സ്വന്തമായിട്ട് കരഞ്ഞ എന്താണ് തെറ്റുകൾ സ്വന്തമായിട്ട് മനസ്സിലാക്കട്ടെ. കാരണം പിള്ളയാണെങ്കിൽ പിള്ളയെ പോലെ വളർത്തണം. കാരണം ചൊല്ലിക്കൊടു തല്ലിക്കൊടു തള്ളിക്കള എന്നാണ് പറയുന്നത്. ഞാൻ ഇന്നത്തെ രീതിക്കകത്ത് ഈ മുതിർന്നവർക്ക് സംഭവിച്ച പോലത്തെ രീതിക്കകത്തുള്ള കാര്യങ്ങൾ അടുത്ത തലമുറ അത് കണ്ട് പഠിക്കരുതെന്നുള്ള കൊണ്ടാണ് ഇപ്പോഴേ ഇങ്ങനെ ഇവരൊക്കെ കർശനമായിട്ട് നിൽക്കുന്നത്. ഇവരൊക്കെ അല്ലെങ്കിൽ ഇവരൊക്കെ എന്താണ് തലയിൽ കയറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് അറിയാം, ഇവിടുത്തെ ഓരോ മുതിർന്നവർ കാണിക്കുന്ന കണ്ടു തന്നെ അവരും പഠിക്കും. മേലാ പോയി പോലും അവൾ സ്വന്തമായിട്ട് ഇരുന്ന് അവൾ ചെയ്ത തെറ്റ് അവൾ മനസ്സിലാക്കി കരയട്ടെ. അപ്പോഴത്തേക്കും വിഷ്ണുവിനും എന്താണ് രാഘവേട്ടും എല്ലാവർക്കും എന്താണ് ദേഷ്യം വരുന്നുണ്ട്. ശ്യാം എന്താണ്, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ വാക്ക്, അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഒരു കാര്യം ഇവിടെ ആരും ചലിച്ചു പോലും എന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് പിന്നെ പോകാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ പപ്പി മോള് പോയി പുറത്ത് പിണങ്ങി എന്താണ് ആ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ അവരുടെ അവിടെ അങ്ങ് ഇരിക്കുവാണ്. അപ്പോഴത്തേക്കാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശ്യാമ വരുന്നത്. ശ്യാമ വന്നിട്ട്, മോളെ മോൾക്ക് വിശക്കുന്നുണ്ടാകത്തില്ല, അമ്മ ഫുഡ് വാരിത്തരാന്ന് പറയുന്നത്. എനിക്ക് വേണ്ട, അമ്മ ഇത്രയും നേരമായിട്ട് എൻ്റെ പിറകെ ഒന്നുമില്ല, അമ്മ പോലും എന്നെ വന്നിട്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നില്ല എന്ന് വന്നിട്ട് എന്താണ് പപ്പി മോള് പരാതി പറയുകയാണ്. അപ്പോൾ ഇവിടെ പപ്പി മോള് പരാതി പറയാത്തത് ശ്യാമ പറയുന്നുണ്ട്, മോളെ അമ്മയ്ക്ക് എന്ത് ചെയ്യാനാണ്, അമ്മയുടെ സത്യാമ്മ വഴക്ക് വന്നു കേട്ടില്ല, അമ്മയ്ക്കും വഴക്ക് കേട്ടില്ലേ, മോൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. മോൾ ഇത് ഇപ്പോൾ അമ്മ പറയുന്നത് കേട്ടിട്ട് മോൾ ഇത് ഭക്ഷണം ഒന്നും കഴിക്കുക എന്ന് പറഞ്ഞ് എന്താണ് ശ്യാമ ഭയങ്കരമായിട്ട് പപ്പി മോളെ പ്ലീസ് ചെയ്യണം. പക്ഷേ പപ്പി മോളുടെ വാശി അറിയാലോ, പപ്പി മോള് വാശി അറിയാം, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ഒന്നും കഴിക്കത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കാണ് വിഷ്ണു വരുന്നത്. വിഷ്ണു ഇതൊക്കെ നോക്കി നിന്നിട്ട് പറയാം, ആ എന്താ ഇവിടെ അമ്മയും മോളുമായിട്ടൊക്കെ ഒരു സംസാരം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു നേരെ പപ്പി മോളടുത്ത് വന്ന് ഇരിക്കുവാണ്. ഓ ഭക്ഷണം കഴിക്കാത്തതാണോ കാര്യം, അതാണോ വലിയ കാര്യം, ഇതൊക്കെ ഇതിനെ മസിൽ പിടിക്കുന്നത്, ഇതൊക്കെ വലിയ കാര്യമാണോ എന്നിട്ട് എന്താണ് ശ്യാമയുടെ കയ്യിൽ നിന്ന് ആ ഫുഡിൻ്റെ പ്ലേറ്റ് മേടിക്കുന്നു. എന്നിട്ട് ശ്യാമ അങ്ങ് കയറി പോവാണ്. അപ്പോഴത്തേക്കും ശ്യാമ ഒന്ന് നോക്കുന്നുണ്ട്, എത്ര പറഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ അടുത്തല്ലേ ഇരിക്കുന്ന എന്നൊരു ആശ്വാസത്തിൽ ശ്യാമ എന്താണ് അകത്തേക്ക് പോകുന്നു. അപ്പം എന്താണ് വിഷ്ണു വാരി കൊടുക്കുന്നു. പാപ്പി മോക്ക് എന്താണ് വിഷ്ണു അച്ഛൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറയുന്നു. അങ്ങനെ എന്താണ് എന്നെ ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട എന്ന് പറയുന്നു. അപ്പം എന്താണ് വാശി ഒക്കെ വിട്ട് പപ്പി മോൾ കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പപ്പി മോൾ തിരിച്ച് വിഷ്ണുവിനും വാരി കൊടുക്കുന്നു. അപ്പം പപ്പി മോൾ ചോദിക്കുന്നുണ്ട്, വിഷ്ണു അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ, നീ ചോദിക്കടാ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ വിഷ്ണു അച്ഛനെന്ന് ചോദിക്കുന്നത്. അത് പിന്നെ എൻ്റെ പപ്പി മോളെയല്ലേ. അപ്പം ചേച്ചിയമ്മയോ? ചേച്ചിയമ്മേനെ ഇഷ്ടമാണ്, നിൻ്റെ അത്രേ തന്നെ ഇഷ്ടമാണ്. ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറയുവാണ്. അപ്പോഴത്തേക്കും ശാലിനിയെക്കുറിച്ച് ഓർമ്മ വരുന്നുണ്ട്. പിന്നെന്താ ചേച്ചിയമ്മ അന്വേഷിച്ച് പോവാതെ ഇരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും പറയുന്നത്, ഒത്തിരി അന്വേഷിച്ചതാണ്, ഒത്തിരി അന്വേഷണം അയാളെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അയാളെ എത്ര അന്വേഷിക്കും തോറും ഒരിക്കലും പിടികിട്ടാത്ത രീതിയിൽ എന്താണ് അയാളെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞ കൊണ്ടാണ് സങ്കടത്തോട് പറയുന്നു. അപ്പോഴത്തേക്കും പിന്നെ രാത്രിയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ സത്യമോളും ശാലിനിയും കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ സത്യമോൾ ഉറക്കത്തിൽ തന്നെ ഒരു സ്വപ്നം കാണുവാണ്. സത്യയ്ക്ക് കുറേ നേരത്തേക്ക് ഉറക്കം വന്നില്ല. കാരണം എങ്ങനെ ഈ ചേച്ചിയമ്മയെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു ചിന്ത തന്നെ. ശാലിനി എങ്ങനെയാണോ ശാലിനിയുടെ മനസ്സ് ചിന്തിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കണമെന്ന്, അതേ ചിന്ത തന്നെയാണ് സത്യയ്ക്കുള്ളത്. അതേ ചിന്തയ്ക്ക് സത്യം എന്താണ് ഈ ചിന്തിച്ചുകൊണ്ട് കിടന്നിട്ട് പെട്ടെന്ന് ഉറങ്ങുമ്പോഴത്തേക്കും ഏതോ ഒരു മങ്ങിയ രൂപത്തിനകത്ത് ഒരു മനുഷ്യൻ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് സത്യമോൾ സ്വപ്നത്തിൽ കാണുന്നത്. കണ്ട് അങ്ങ് പേടിച്ചെന്താണ് അമ്മേ എന്ന് വിളിച്ചിട്ട് അന്ന് സ്വപ്നത്തിൽ നിന്ന് അങ്ങ് ഉണരുവാണ്. അപ്പോഴത്തേക്ക് ശാലിനി ഉണർന്നിട്ട് എന്തോ മോളെ. അപ്പോഴത്തേക്ക് ശാരദാമ്മയും കയറി വന്നു. അപ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്ക് ശാലിനി നോക്കുമ്പോഴത്തേക്ക് സത്യയ്ക്ക് എന്താണ് നല്ല ചുട്ടുപൊള്ളുന്ന പനിയായി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മയെ നോക്കമ്മേ, ഇത്രയും നേരം മോക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, പെട്ടെന്ന് പനി വന്നു, അവൾ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചാന്ന് തോന്നുന്നു പറയുമ്പോഴത്തേക്കും ഇതെന്താക്കി പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും ശാരദാമ്മ പറയുന്നുള്ളൂ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല, കാരണം ഇത്രയൊക്കെ കുഞ്ഞിന് വഴക്കം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് പനി സ്വാഭാവികമായിട്ട് വരും, കാരണം കരഞ്ഞിട്ട് കിടന്നായിരിക്കുമല്ലോ. അപ്പോഴത്തേക്ക് എന്താണ് ശാരദാമ്മ മരുന്നെടുത്ത് കൊടുക്കുന്നു. അത് കഴിച്ചിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് മോൾ കിടന്നു, മോൾക്ക് എല്ലാം മാറുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാലിനി സത്യയെ തലോടി കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ അമ്മയ്ക്ക് ഇത് ചെയ്യാനേ നിവർത്തിയുള്ളൂ, എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിൽ മോൾക്ക് അമ്മയെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, മോൾക്ക് എന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് ഉറങ്ങുവാണ്. പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിഞ്ഞു. രാവിലെ കാണിക്കുന്നത് നമ്മുടെ പപ്പി സത്യാമ്മയുടെ വീട്ടിനകത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുവാണ്. പുറത്ത് ആ സിറ്റൗട്ടിൽ തന്നെ നമ്മുടെ ശ്യാമ വാരി കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് അമ്മേ ഞാനൊന്ന് സത്യയെ വിളിച്ചോട്ടെ. അപ്പം ശ്യാമ ചോദിക്കുന്നു, ഇപ്പോഴോ?
അയ്യോ സത്യാമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. അമ്മേ അതെന്തിനാ നീ സ്കൂളിൽ പോവല്ലേ, സ്കൂളിൽ പോകുമ്പോൾ ഇപ്പം സത്യം അവിടെ വെച്ച് കാണാമല്ലോ. അമ്മ ഇന്ന് സത്യം ചിലപ്പം വന്നില്ലെങ്കിലോ, കാരണം ഇന്നലെ ആണെങ്കിൽ അച്ഛമ്മ ഒത്തിരി വഴക്കൊന്നു സത്യം, അതുകൊണ്ട് സത്യം ഇനി പിണങ്ങിപ്പോയോ, സത്യം അതുകൊണ്ട് വരാതിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം നീ വിളിച്ചാൽ അവൾ വരുമോ? ആ അമ്മേ ഞാൻ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സത്യം ഉറപ്പായിട്ട് വരുമെന്ന് പറയുന്നു. എന്നാൽ ശരി ഞാൻ തരാം, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത അമ്മയെ കൂടെ ഇനി വഴക്ക് കേൾപ്പിക്കല് കേട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് ഫോൺ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹലോ സത്യേ, അപ്പോഴത്തേക്ക് സത്യ പറയുന്നുണ്ട് എന്താണ്, ആ പറ പപ്പി, നിനക്ക് എൻ്റെ അടുത്ത് പിണക്കമാണോ? എനിക്ക് നിൻ്റെ അടുത്ത് എന്തിനാ പിണക്കം, നീ വഴക്ക് കുറേ കേട്ടത് എന്താ പറയാനാ, നിൻ്റെ ചേച്ചിയമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, ഞാൻ പിന്നെ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഡി വഴക്ക് കേട്ടത്, നീ എൻ്റെ ഫ്രണ്ടല്ലേ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് നിനക്ക് വേണ്ടി വഴക്ക് കേട്ടതിനാ ഞാൻ എന്തിനാ നിൻ്റെ ദേഷ്യപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഷാ പറയുന്നു മോൾ ഇവിടെ ഇരിക്കും കേട്ടോ, അമ്മ ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി പോകണം. അപ്പോഴത്തേക്ക് എന്താണ് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ സത്യ പറയുന്നുണ്ട് എന്താണ് നമുക്ക് ഇത്രയൊക്കെ വഴക്ക് കേട്ടിട്ടും എന്താണ് സത്യം എടുത്ത് നമ്മുടെ പപ്പി പറയുവാണ് ഇത്രയൊക്കെ വഴക്ക് കേട്ട് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, ഞാനും അത് തന്നെയാണ് പപ്പി ആലോചിക്കുന്നത് സത്യ പറയുന്നുണ്ട്. എന്നാൽ അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ട് വീണ്ടും പടം വരപ്പിച്ചാൽ പോരെ. ആർട്ടിസ്റ്റ് അങ്കിളിനെ കൊണ്ട് ഇനി പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമ്മളെ 2 പേരെ ഇവിടെ എല്ലാവരും കൂടെ ചെന്ന് തല്ലി കൊല്ലും. ഞാനില്ല എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ആർട്ടിസ്റ്റ് അങ്കിളിന് വേണ്ടിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകണ്ടെന്നേ. നമ്മൾ അവിടെ സ്റ്റേഷനിൽ നിന്നപ്പോൾ ആർട്ടിസ്റ്റ് അങ്കിൾ പറഞ്ഞേ കേട്ടില്ലേ, മീൻപാറയിലാണ് ആർട്ടിസ്റ്റ് അങ്കിളിൻ്റെ വീടെന്ന്. അപ്പം നമുക്ക് മീൻപാറയിലേക്ക് പോയി ആർട്ടിസ്റ്റ് അങ്കിളിൻ്റെ വീട്ടിൽ പോകാം. ആർട്ടിസ്റ്റ് അങ്കിളിൻ്റെ വീട്ടിൽ പോകാനോ? അത് തന്നെ ആർട്ടിസ്റ്റ് അങ്കിളിൻ്റെ വീട്ടിൽ പോകാം മീൻപാറയിലേക്ക്. ആണോ? ഞാൻ അതത്ര ശ്രദ്ധിച്ചില്ല മീൻപാറ എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാമല്ലേ. അപ്പം അവിടെ പോയാൽ നമുക്ക് എന്താണ് പോലീസ് സ്റ്റേഷനകത്ത് അല്ലാതെ ആർട്ടിസ്റ്റ് അങ്കിൾ നമുക്ക് വീണ്ടും ചേച്ചിയമ്മയുടെ പടം വരച്ചു തരും, നമുക്ക് അതുകൊണ്ട് കണ്ടുപിടിക്കാമല്ലോ എന്നാണ് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റിനകത്ത്. ഇന്ന് അങ്ങനെയാണ് എപ്പിസോഡ് തീരുന്നത്. അതിനുശേഷമുള്ള ഒരു പ്രൊമോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ സത്യമോള് വന്ന് ഷാനിയുടെ കൈക്ക് അന്ന് പൈസ മേടിക്കുവാണ്. അമ്മയെ കള്ളം പറഞ്ഞ പൈസ മേടിക്കുവാണെന്ന് അറിയാം, പക്ഷേ എന്നാലും എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോകുന്നതാണ് അടുത്ത എപ്പിസോഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സീരിയലിൻ്റെ ടോട്ടൽ റിവ്യൂ. എല്ലാവർക്കും കുടുംബശ്രീ ശാരദ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതിൻ്റെ റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടുതൽ വേറെ ഏതെങ്കിലും സീരിയലിനെ കുറിച്ച് പറയണമെങ്കിൽ അതും കൂടെ ഇവിടെ കമൻറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതും കൂടെ പറയാനായിട്ട് നോക്കാം. താങ്ക്